അകാരണമായി തന്നെ മർദ്ദിച്ച ആറ്റിങ്ങൽ പോലീസിനെതിരെ നിയമ പോരാട്ടം തുടരുകയാണ് വാമനപുരം സ്വദേശിയായ നിഖിൽ. സുഹൃത്തിന്റെ വീട്ടിലെ തർക്കം പരിഹരിക്കാനെത്തിയ പോലീസ് സംഘമാണ് നിഖിലിന്റെ കൈ അടിച്ചൊടിച്ചത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ നീതി ലഭിക്കാതായതോടെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നിഖിൽ. അകാരണമായി പോലീസ് മർദ്ദിച്ചു, അടിച്ച് കൈ ഒടിച്ചു. അങ്ങനെ ആറ്റിങ്ങൽ പോലീസ് നടത്തിയ ക്രൂരതയുടെ കഥയാണ് നിഖിലിന് പറയാനുള്ളത്. എന്താണ് ഉണ്ടായത് എന്നായിരുന്നു ഈ മർദ്ദനം? 2024 ഡിസംബർ 31 ഈ സംഭവം നടക്കുന്നത്. ഞാൻ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് ഈ സംഭവം. സുഹൃത്തിൻ്റെ വീട്ടിൽ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ നടന്ന് അങ്ങനെ പുള്ളിയുടെ വീട്ടിൽ നിന്ന് പോലീസിനെ വിളിക്കാനുണ്ടായത്. അപ്പോൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നുകൊണ്ട് പുള്ളിയുടെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പോലീസ് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയാൽ മതി, നീ കണ്ടതല്ല എന്ന് വെച്ച് ഞാൻ അങ്ങനെ പോലീസ് വന്ന് കാര്യം പറയാൻ വെയിറ്റ് ചെയ്തിരുന്നതാണ്. ഇവർ വന്ന പാടെ എന്താണ് കാര്യമെന്ന് ചോദിക്കാതെ എന്തിനിവിടെ നിൽക്കണം, എനിക്ക് വീട്ടിൽ പോയിക്കൂടെ എന്ന് പറഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു. അപ്പോൾ ഈ അടിച്ചപ്പോഴത്തേക്ക് എന്നെ എല്ലാത്തിനും കൊണ്ടാണ് മർദ്ദിച്ചത്. അപ്പോൾ ഞാൻ ചോദിക്കേണ്ട എന്തിനാണ് എന്നെ വെറുതെ മർദ്ദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നീ ഇങ്ങോട്ടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചിട്ടാണ് നല്ല രീതിയിൽ ഒരു 4 പോലീസുകാരും എല്ലാവരും കൂടെ എന്നെ തറയിലിട്ട് ചവിട്ടി തറയിലിട്ട് വളഞ്ഞിട്ടാണ് മർദ്ദിച്ചത്. എനിക്ക് കൈക്ക് പൊട്ടലുണ്ടായിരുന്നു. ഞാൻ ആറ്റിങ്ങൽ വലിയൊന്ന് താലൂക്ക് ഹോസ്പിറ്റലിൽ 7 ദിവസം അഡ്മിറ്റായിരുന്നു. അതിനുശേഷം എനിക്കൊരു 3 മാസത്തോളം ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. ഇപ്പോഴും എനിക്ക് റെഡി ആയിട്ടില്ല. കൈയൊന്നും ശരീരമൊക്കെ മൊത്തം ജോലി ചെയ്യുന്നത് എന്താ? എനിക്ക് ഫാൾ സീലിംഗ് ആണ് ജിപ്സത്തിൻ്റെ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് കുട്ടികൾ 2 വയസ്സായ 2 കുട്ടികളുള്ളതൊക്കെയാണ്. അപ്പോൾ അതൊന്നും നോക്കാതാണ് ഇവർ ഇത്രയും ക്രൂരത എൻ്റെ അടുത്ത് കാണിച്ചിട്ടുള്ളത്. ഇതിനെതിരെ നിങ്ങൾ എന്തെങ്കിലും പരാതി കൊടുക്കുകയോ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിൽ പോകുമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ എല്ലായിടത്തും പോയിട്ടുണ്ടാകും. ഒരിടത്തുനിന്നും എനിക്ക് നീതി കിട്ടിയിട്ടില്ല. ഇപ്പോൾ അവസാനമായിട്ട് ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിച്ചിട്ടുള്ളത്. അവരും റിപ്പോർട്ട് തന്നേക്കുന്ന ഞാനെന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവർ തല്ലിയതാണെന്നാണ്. പക്ഷെ എന്താണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് അവർ പറഞ്ഞിട്ടില്ല. അവർ അന്നേ ദിവസം എന്നെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ മെഡിക്കൽ എടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. മർദ്ദിക്കുന്നു, വെറുതെ റോഡിലെടുത്ത് കളയുന്നു, പോകുന്നു. ഇതാണ് ഉണ്ടായത്. സംഭവ സ്ഥലത്ത് എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, പിന്നെ 1-2 പേരൊക്കെ സാക്ഷികളുമുണ്ട്. ഈ അടിച്ച പോലീസുകാരെയൊക്കെ അറിയാമോ? അവർ ആരാണ്? എനിക്ക് കണ്ടാലേ അറിയാവും. അറിയാമെന്നുള്ളവരാണ്. അല്ലാതെ നേരത്തെ ഞാനങ്ങനെ ആവശ്യമില്ലാതെ സ്റ്റേഷനിൽ പോകുന്നില്ല. എൻ്റെ പേരിൽ ഇതുവരെ ഒരു പെറ്റി കേസ് പോലും ഉള്ളതല്ല, ഒരു കേസും ഉള്ളതല്ല എൻ്റെ പേരിൽ. അപ്പം ഞാൻ അവർക്കൊരു ഉപകാരം ചെയ്യാന്നുള്ള രീതിയിൽ നിന്നാണ്. എനിക്കൊരാവശ്യമില്ലാണ് നിൽക്കേണ്ടത്. പോലീസ് വന്ന് ഇവിടെ ഇന്ന കാര്യം അവരിടപെട്ടില്ലേ? അവരുടേതായ രീതിയിൽ പറയുന്നുണ്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ല, അവൻ വീട്ടിൽ വരുന്നതാണ്. അവർക്ക് എന്തോ അന്നത്തെ ദിവസം ആരെങ്കിലും കിട്ടിയാൽ മതി, മർദ്ദിച്ചാൽ മതി എന്നുള്ള രീതിയിൽ വന്ന് വേറെ ചോദ്യം പറച്ചിലോ ഒന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യണം, കൊണ്ട് എൻ്റെ മെഡിക്കൽ എടുക്കണം. ഞാൻ മദ്യപിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ മെഡിക്കൽ എടുക്കണം. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. മർദ്ദിക്കുന്നു, ഇതുപോലെ പ്രശ്നമുണ്ട്, കളഞ്ഞിട്ട് അവർ പോകുന്നു. ശരി, ഇനിയിപ്പോൾ എന്താണ് കോടതിയെ സമീപിക്കാൻ എന്താണ് തീരുമാനം? പോലീസിലുള്ള വിശ്വാസം പോയതുകൊണ്ട് എനിക്ക് കോടതിയേ ഉള്ളൂ. അവിടെ നിന്നെങ്കിലും നീതി ലഭിക്കുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും പല പരാതികൾ നൽകി ഇതുവരെയും നിഖിലിന് നീതി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് അദ്ദേഹം ഉള്ളത്. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. എത്ര വൈകാരികമായിട്ടാണ് ആ ചെറുപ്പക്കാരൻ സംസാരിക്കുന്നതെന്ന് നോക്കൂ. ഒരു ചെറുപ്പക്കാരൻ കണ്ണീരടക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ വിതുമ്പലടക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ പറയുന്നത്. അവർക്കുണ്ടായ ശാരീരിക മർദ്ദനം എന്നതിലപ്പുറം മാനസികമായി ഉണ്ടാക്കിയ ആഘാതം, അവരുടെ അഭിമാനത്തിനുണ്ടാക്കിയ ക്ഷതം, ഇതിനൊക്കെ എന്ത് മറുപടിയാണ് ഇവർക്ക് പറയാനുള്ളത്? എന്ത് കാരണത്താലാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്? ഈ പരാതി പറഞ്ഞ അല്ലെങ്കിൽ കുറ്റക്കാരനെന്ന് തെളിയിക്കപ്പെട്ട കണ്ടെത്തിയ ഒരാൾ, ഒരു ക്രിമിനൽ, ശരി. പക്ഷെ ഇതൊന്നുമല്ല. സാധാരണ മനുഷ്യൻ പരാതിയുമായി കടന്നു ചെല്ലുന്ന സമയത്ത് പോലും അല്ലെങ്കിൽ ഒരു തർക്കം ഒത്തുതീർപ്പാക്കാനായി അവിടെ എത്തുന്ന സമയത്ത് പോലും കാണിക്കുന്ന പ്രവൃത്തികളാണ് ഇത്.